മറക്കാത്ത നാഷണൽ ഡേ ആണ്. അങ്ങനെ ഒരു സ്പെഷ്യലായിട്ടുള്ള സ്ഥലത്തേക്ക് പോവാം. ഹായ്, ഞാനിപ്പോൾ ഉള്ളത് മാൾ ഓഫ് ഖത്തറിലാണ്. ഇവിടെ അവധി ദിനം കിട്ടിയാൽ അറിയാലോ, വല്ലാത്ത ബോറടിയാണ്. അപ്പോൾ അങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ വെറുതെ മെട്രോയിൽ കയറിയിട്ട് നേരെ മാൾ ഓഫ് ഖത്തറിലേക്ക് വന്നു. ഇവിടെ കുറേ കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ. ഖത്തറിലെ ഏറ്റവും വലിയ മാളാണ് മാൾ ഓഫ് ഖത്തർ. ഈ മാൾ ഓഫ് ഖത്തറിൻ്റെ ഉള്ളിലൂടെയുള്ള കുറേ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ മാൾ ഓഫ് ഖത്തറിൻ്റെ ആ ഒരു സെൻട്രൽ സ്ക്വയറിലേക്ക് എത്തി. അവിടെ നന്നായിട്ട് വെർട്ടിക്കൽ ഗാർഡൻസും അതുപോലെ തന്നെ ഫൗണ്ടൻസും ഒക്കെ വെച്ചിട്ട് അതിമനോഹരമാക്കിയിട്ടുണ്ട്. ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ കുറേ ദൂരം നടക്കാം. ഖത്തർ നാഷണൽ ഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. അപ്പോൾ സെൻട്രൽ സ്ക്വയറിൽ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാകുന്ന പറഞ്ഞ് കുറേ നേരം അവിടെ തന്നെ നിന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ ആളുകൾ വന്നു. നേറ്റീവായിട്ടുള്ള ആളുകൾ അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള സോങ് ആയിട്ട് വന്നു. അവരുടെ കയ്യിൽ വാളുണ്ട്, അതുപോലെ തന്നെ വാദ്യോപകരണമുണ്ട്. എല്ലാവരും നല്ല ഉറക്കെ തന്നെ പാടുന്നുണ്ട്. നല്ല ഒരു താളബോധത്തോടുകൂടി നൃത്തം ചവിട്ടുന്നുണ്ട്. ചെറിയ ചെറിയ സ്റ്റെപ്പാണ്, പക്ഷേ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. വീണ്ടും ഒരു അടുത്ത സോങ് ആരംഭിച്ചു. എല്ലാവരുടെയും ആ ഒരു താളവും ചെറിയ ചെറിയ സ്റ്റെപ്പിട്ടുള്ള ഡാൻസൊക്കെ വളരെ മനോഹരമായിരുന്നു. ട്രഡീഷണൽ രീതിയിലുള്ള വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. കുറച്ച് നേരം അതൊക്കെ ആസ്വദിച്ച് അവിടെ അങ്ങ് നിന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു അവരുടെ സോങ്ങും അതുപോലെ ചെറിയ ചെറിയ സ്റ്റെപ്പിട്ടിട്ടുള്ള ഡാൻസും എല്ലാം. ഞാൻ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട് കേട്ടോ. ഇത് പോരുന്ന വഴിക്ക് ഞാനിങ്ങനെ ആ ഒരു സെൻട്രൽ സ്ക്വയറിൻ്റെ വീഡിയോ ഇങ്ങെടുത്തുകൊണ്ട് പോന്നു. ആളുകളൊക്കെ ആസ്വദിച്ച് നിൽക്കുകയാണ്, എല്ലാവരും മൊബൈലിൽ പകർത്തുന്നുണ്ട്. എന്തായാലും ഇനി നേരെ മാളിലൂടെ നടന്ന് മെട്രോ സ്റ്റേഷൻ ആക്ച്വലി മാളിൻ്റെ ഒരു എൻഡിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഞങ്ങളെന്തായാലും മുകളിൽ കയറി ആ ഒരു സെൻട്രൽ ഏരിയ മുകളിൽ നിന്ന് ഉള്ളൊരു വ്യൂ ഞാനിങ്ങനെ പകർത്തി. വല്ലാത്തൊരു ആംബിയൻസ് ആണ് അവിടെ. വളരെ വലിയ മാളാണ് കേട്ടോ മാൾ ഓഫ് ഖത്തർ. നിങ്ങൾ ഇതുവരെ ഖത്തറിൽ വന്നിട്ട് മാൾ ഓഫ് ഖത്തറിൽ പോയിട്ടില്ലെങ്കിൽ ജസ്റ്റ് വിസിറ്റ് ചെയ്യുക. എന്തായാലും ഒരുപാട് ദൂരം അതിൻ്റെ ഉള്ളിലൂടെ നടക്കാനുണ്ട്. കാഴ്ചകൾ കുറേ ഉണ്ട്. ഫുഡ് കോർട്ടുണ്ട്, ലോകോത്തര ബ്രാൻഡുകളുടെ ഷോറൂംസുകളുണ്ട്. എല്ലാം എക്സ്പെൻസീവ് എന്ന് പറയാനൊന്നുമില്ല, പക്ഷേ നമുക്ക് എല്ലാവർക്കും വേണ്ട രീതിയിലുള്ള സാധനങ്ങളൊക്കെ അവിടെ കിട്ടും. ഇങ്ങനെ ഞങ്ങൾ ആ കാഴ്ചകളൊക്കെ കണ്ടു നടന്നു. നമ്മുടെ കൊച്ചി ലുലുവിലുള്ള പോലെ തന്നെ മെട്രോ സ്റ്റേഷൻ നമുക്ക് മാളിൻ്റെ ഉള്ളിൽ നിന്ന് ഡയറക്റ്റ് ആക്സസ് ചെയ്യാം മെട്രോ സ്റ്റേഷനിലേക്ക്. അപ്പോൾ അതുപോലെ ഞങ്ങൾ നടന്നു നേരെ മെട്രോ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ഇവിടെ വേൾഡ് കപ്പ് നടന്നപ്പോൾ ഈ കാണുന്ന മെട്രോ സ്റ്റേഷൻ്റെ തൊട്ടടുത്തായിരുന്നു ഒരു സ്റ്റേഡിയം ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ മാൾ ഓഫ് ഖത്തർ ഇവിടുന്ന് നോക്കി നമുക്ക് ആ സ്റ്റേഡിയം കാണാം. നല്ല തണുപ്പുള്ള ദിവസമാണ്. അപ്പോൾ ഇങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ട് മെട്രോ സ്റ്റേഷനിലൊക്കെ പോകുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലിംഗ് അല്ലേ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അസീസിയ മെട്രോ സ്റ്റേഷനിൽ വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. നമ്മുടെ കൊച്ചിയിലെ ലുലു മാളും ഈ മാൾ ഓഫ് ഖത്തറും തമ്മിലൊരു സാമ്യം എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെട്രോയിൽ വന്നിറങ്ങിയിട്ട് ഡയറക്റ്റ് മാളിൻ്റെ അകത്തേക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ കൊച്ചി മെട്രോയിൽ ഉള്ളതുപോലെ തന്നെ ശരിക്കും നമുക്ക് ആ ഒരു ഫീലിംഗ് ഇവിടെ വന്നാൽ തോന്നും കേട്ടോ.